ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷവും അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടന്നാലോ. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിലും തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കുകയാണ്. ബാലചന്ദ്രൻ വന്നു, നമ്മുടെ ബബിതനെ കണ്ടില്ല. ബബിത കണ്ടു ബാലചന്ദ്രനെ. വയറ് നിറച്ച് ബബിതയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നിന്റെ തള്ളയെ പോലെ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് നോക്കിക്കോ മോളെ, നിന്റെ ജീവിതം തന്നെയാ നശിച്ചു പോകാൻ പോകുന്നത്. ഒരെണ്ണം കണ്ടില്ലേ, പറഞ്ഞാൽ അനുസരിക്കാതെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ലാസ്റ്റ് ജയിലിൽ പോയി കിടക്കുക. അതുപോലെ നിനക്കും വരാതിരിക്കണമെങ്കിൽ നീ സൂക്ഷിച്ചോണം. നിന്റെ ജീവിതം നീ സൂക്ഷിക്കണം. 10-18 വയസ്സായില്ലേ, ഇതെല്ലാം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നിന്നെക്കാളും 1-2-3 വയസ്സിന് മൂത്തതല്ലേടി ആ അലീന. അവളെ കണ്ട് പഠിക്കാൻ നോക്കെന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്തിനാ അവളെ കണ്ട് പഠിക്കാനൊക്കെ പറയുന്നത്? അവളെ കണ്ട് പഠിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അലീന ഇവിടെ ഉള്ളത് തന്നെ അച്ഛ നമുക്ക് ഈ ഇവിടെ കൂടുതലുമായിട്ടും എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അമ്മ പറയുന്നതിന് കാര്യമില്ലേ? ഒന്ന് ഓർത്തു നോക്കിക്കേ. അവൾ എന്ന് ഈ വീട്ടിൽ വന്ന് കയറിയോ അന്ന് തുടങ്ങിയ കഷ്ടകാലമല്ലേ? അന്ന് തുടങ്ങിയതല്ലേ എന്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങള്. ഓ, നീ ആര്, ശാസ്ത്രജ്ഞയോ? നീ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു, അതോ അമ്മയുടെ സാരോപദേശം കേട്ടുകൊണ്ട് വന്നതാണോ? നിർത്തിക്കോ, മിണ്ടിപ്പോകരുത്. പാവ പെങ്കൊച്ച ഉള്ളത് കൊണ്ട് 3 നേരം തിന്നു കുടിച്ച് നീ ഇവിടെ കിടക്കുന്നു. ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നടി? ഇല്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥയ്ക്ക് എന്താകുമായിരുന്നു? മര്യാദയ്ക്ക് നിലത്തിറങ്ങി ജീവിക്കാൻ നോക്കാൻ ഞാൻ പറഞ്ഞു. അല്ലാതെ അമ്മയെ പോലെ തലയ്ക്ക് കനവും കൂട്ടി ജീവിച്ചു കഴിഞ്ഞാലേ ജീവിക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ ജയിലിലോ ഒക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് അലീന പറയുന്നത് കേട്ട് നിൽക്കാൻ നോക്കിക്കോ ഈ വീട്ടില്. ഇതെല്ലാം നമ്മുടെ അലീന കേട്ടോണ്ട് നിപ്പുണ്ടായിരുന്നു. ഏതായാലും ഇതിനൊക്കെ തക്കതായ മറുപടി തന്നെ ബാലചന്ദ്രൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബബിതയുടെ വായ അടഞ്ഞു പോകുന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ ബാലചന്ദ്രൻ പറയുന്നത്. നൈസായിട്ട് അലീനയെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബാലചന്ദ്രനോട് സംസാരിക്കുന്നതാണ് ബബിത. പക്ഷേ നമ്മുടെ ബബിതയ്ക്ക് ഖമാന്നൊരക്ഷരം തിരിച്ചു മിണ്ടാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഇനി നിങ്ങൾക്കൊക്കെ തന്നെ ജീവിക്കാലോ. അല്ല, ഇനിയിപ്പൊ നീയാണോ തന്നെ ജീവിക്കാൻ പോകുന്നത്? ജീവിച്ചോ, തന്നെ ജീവിച്ചോ. 10-18 വയസ്സായല്ലോ, തന്നെ ജീവിച്ച് പഠിക്ക്. ലാസ്റ്റ് അമ്മയെ പോലെ ആകാതിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതായാലും അമ്മയെ പോലെ ആകാതിരുന്നാൽ കൊള്ളാം എന്ന് ഉദ്ദേശിക്കുന്നത് ബാലചന്ദ്രൻ എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കും അലീനയ്ക്കും ഒക്കെ അറിയാം. പക്ഷേ ബബിതയ്ക്ക് അതൊന്നും അറിയില്ലല്ലോ. ഏതായാലും ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അലീനയ്ക്കും എന്തോ പോലെ ആയിപ്പോയി. അപ്പൊ അലീന നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് ചെന്ന് പറയാ. ബബിത അകത്തേക്ക് കയറി പോയി കേട്ടോ. ബബിത അകത്തേക്ക് പോയപ്പോഴത്തേക്ക് നമ്മുടെ ബാലചന്ദ്രനോട് പറഞ്ഞു, എന്തിനാ വെറുതെ, വേണ്ടായിരുന്നു ഈ ഒരു സമയത്ത് അച്ഛ, വേണ്ട. എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കുന്നതോ? ആര് വഴക്കുണ്ടാക്കി? ആരാ അലീന വഴക്കുണ്ടാക്കിയത്? ഒരു കാര്യം പറഞ്ഞേക്കാം അലീനെ, നീയാ ഇവരെ ശ്വാസിക്കേണ്ടത്. നീയാ ഇവരെ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കി വളർത്തേണ്ടത്. എന്നിട്ട് നീ എന്താ അവളോടൊന്നും മിണ്ടാത്തത്? അവളോടൊന്നും പറയാത്തത്? അവൾ എന്തോ ഏതോ പറഞ്ഞോട്ടെ, അവൾ തിരിച്ച് എന്തു പറഞ്ഞാലും നിന്റെ അനിയത്തിയല്ലേ അവള്. അവള് നേരായ മാർഗത്തിലൂടെ, അവള് നേരായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നീയും കൂടെ അല്ലേ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. പിന്നെ നീ പറയുന്നതും പറയാത്തതും ഒക്കെ കണക്ക് തന്നെയാ. അവള് നീ പറയുന്നതൊക്കെ വിലക്ക് എടുക്കില്ലെന്ന് വെക്കാം. പക്ഷെ നിന്റെ മനസാക്ഷിക്ക് ചേരുന്നത് നീ ചെയ്യണ്ടേ? നീ പറയണം. നീ പറഞ്ഞ് അവൾ ഇങ്ങനെ പറഞ്ഞ് അവൾക്ക് ചിലപ്പം അതൊരു ഇറിറ്റേഷൻ ഒക്കെ ആയിരിക്കാം. പക്ഷെ നിന്റെ കടമ അലീന അത് പറയേണ്ടതെന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ അച്ഛാ? പരിധി ഒന്നും ഇവിടെ ആരും നിശ്ചയിക്കേണ്ട ഒരാവശ്യമില്ല. അല്ല, ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനിവിടെ വന്നതാണോ അച്ഛാ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം? അതെ, നീ ഇവിടെ വന്നത് തന്നെയാണ്. അല്ല, വൈജ പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? അതുപോലെ ബബിത പറയുന്നതിൽ എന്താ തെറ്റിരിക്കുന്നത്? നീ ഇവിടെ വന്നത് കൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായത്. അതൊരു കണക്കിന് ശരിയാണല്ലോ. അതെ അച്ഛാ, ഞാനിവിടെ വന്നത് കൊണ്ടാണല്ലേ ഈ പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടായത്. എനിക്കറിയാം. എന്നോടന്ന് ബ്രിജിത്തമ്മ പറഞ്ഞതാ സത്യങ്ങളൊന്നും ആരും അറിയാൻ പാടില്ലാന്ന്. പക്ഷെ സത്യങ്ങളൊക്കെ മൂടി വെക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചെങ്കിലും എന്തോ അതറിയണമെന്ന വിധിയായിരിക്കാം. എല്ലാവരും അറിഞ്ഞു. അത് തന്നെയായിരിക്കുമല്ലേ ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം? അതേ അലീന, അത് തന്നെയാണ് ഈ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകാനൊക്കെ ഉള്ള കാരണം. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇങ്ങനെ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായത് കൊണ്ടല്ലേ ഈ ബാലചന്ദ്രൻ ആരാണെന്നും ഈ ബാലചന്ദ്രൻ ഇത്രയും നാൾ ആരൊക്കെയാൽ പറ്റിക്കപ്പെടുകയാണെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത്. ഇല്ലായിരുന്നെങ്കിൽ ഒരു പൊട്ടനെ പോലെ ഏതെങ്കിലും മൂലയ്ക്ക് വൈജ പറയുന്നത് കേട്ട് വൈജയെ സ്നേഹിച്ച് അവളുടെ വാലാട്ടി പട്ടിയെ പോലെ ഞാൻ നടന്നേനെ.
നീ വന്നില്ലായിരുന്നുവെങ്കിൽ. പക്ഷെ ഇപ്പൊ സംഭവിച്ചത് വേറൊന്നുമല്ല. നീ വന്നതുകൊണ്ട് കുറച്ച് സത്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. മാത്രമല്ല, നീ വന്നതുകൊണ്ടല്ലേ എനിക്ക് നിന്നെപ്പോലെ ഒരു മകളെ കിട്ടിയത്. നിന്നെപ്പോലെ ഒരു മകളെ കിട്ടാനേ സത്യം പറഞ്ഞാൽ പുണ്യം ചെയ്യണം. വൈജയുടെ കൂടെ നീ വൈജയുടെ മകളായിട്ട് വളർന്നിരുന്നെങ്കിൽ ഒരിക്കലും നീ ആവില്ലായിരുന്നു. നിന്റെ ബ്രിജിത്താമ്മയില്ലേ നീ എപ്പോഴും പറയുന്നേ, നിന്റെ ബ്രിജിത്താമ്മയും നിന്റെ നികേതനവും അവള് വളർന്നത് കൊണ്ടാ നീനൊക്കെ ഇത്ര ഒരു പക്വതയും നീ പറയുന്നതൊക്കെ മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുവാനുള്ള ഒരു രീതിയിലുള്ള സംസാരവും ഒക്കെ നിനക്ക് കിട്ടിയത്. അതുപോലെ നല്ല സ്വഭാവവും ഒക്കെ. എനിക്ക് നല്ല സ്വഭാവമൊക്കെ തന്നെയാണോ അച്ഛാ? പിന്നെ എൻ്റെ മോക്ക് നല്ല സ്വഭാവമല്ലേ? പിന്നെ നീ വിഷമിക്കൊന്നും വേണ്ട. നീ വന്നത് കൊണ്ട് ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായത് നല്ലതാണെന്ന് കരുതിക്കോ. പിന്നെ ഹരീനെയും രോഹിത്തിനെയും ഒന്നും നിനക്കെന്നല്ല ആർക്കും മാറ്റാനായിട്ട് സാധിക്കില്ല. അവര് ചെയ്ത കാര്യങ്ങൾ നീ ഉണ്ടായിട്ടാണോ? അല്ല, നീ ഇല്ലായിരുന്നെങ്കിലും അവരുടേതായ കാര്യങ്ങൾ ചെയ്തേനെ. അവര് ജയിലിൽ പോയേനെ. പിന്നെ വൈജയ്ക്ക് വരേണ്ടത് തന്നെയാണ്. അവക്ക് കിട്ടേണ്ടത് തന്നെയാണ്. നമ്മൾ ചെയ്യുന്നതിന്റെ കർമ്മഫലം ഉണ്ടല്ലോ, അത് കിട്ടും മോളെ, അത് കിട്ടിയിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ അലീനയും പറയുന്നുണ്ട് കേട്ടോ, പിന്നെ അച്ഛാ ഈ ശ്വാസം ഉണ്ടല്ലോ, അത് ഒരു നേരം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ ഈ ശരീരമേ ഫ്രഷ് ആയിട്ട് ഇരിക്കത്തില്ല. പുഴു വരിച്ചു പോകും. പുഴു വരിച്ച് ജീർണിച്ച് മണ്ണോട് മണ്ണാകും, അല്ലെങ്കിൽ തീയോട് തീയാകും. അതുപോലും അറിയാതെയാ എല്ലാവരും തലമറന്ന് എണ്ണ തേച്ചുകൊണ്ടിരിക്കുന്നത്. അതോർത്താല് എല്ലാവർക്കും നന്നായിരിക്കും. അതോർക്കണം എല്ലാവരും. ഒരു ദിവസം അത് മനസ്സിലാവും എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രനും സത്യമായിട്ട് തന്നെ തോന്നും അലീന പറഞ്ഞത് എത്രത്തോളം ശരിയാണ്. അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നടക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. മരണമില്ലാത്തവരാരും തന്നെ ഇല്ലല്ലോ. ഏതായാലും മരണമില്ലാത്തവരുണ്ട് എന്നൊക്കെ പണ്ടത്തെ കാലങ്ങളിൽ പറയുന്നുണ്ടെങ്കിലും മരണം അത് നമ്മൾ കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ മരിക്കും എന്ന് ഉറപ്പായിട്ട് നമ്മൾ ജീവിക്കുന്നില്ലേ? അപ്പൊ പിന്നെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കുമല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഞാൻ കാട് കയറി പോകുന്നില്ല, നിങ്ങൾക്ക് അത് ഇഷ്ടമല്ല. കാരണം ഞാൻ കഥയിലെ ഭാഗങ്ങളല്ലാതെ ഇടയ്ക്ക് എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാവരും കമന്റിൽ വന്ന് പറയട്ടോ, കഥ പറഞ്ഞിട്ട് കൂടെ ജിന്നു നീ എന്നകത്ത് നിൽക്കിടന്ന് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പൊ ഏതായാലും ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അലീന അങ്ങ് പോവാട്ടോ ചെയ്യുന്നത്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമോള് നേരെ വൈജനെ വിളിക്കണം. വൈജ കൃഷ്ണമോളെ വിളിക്കുകയോ കൃഷ്ണമോള് വൈജയെ വിളിക്കാൻ കണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ കൃഷ്ണമോള് ഫോണിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, സുഖമായിട്ടിരിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് എന്ത് സുഖം, അയ്യോ നിനക്ക് അവിടെ സുഖം അന്വേഷിക്കാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, നിന്നെ നോക്കാനും എടുക്കാനും പിറക്കാനും ഒക്കെ അവിടെ ആൾക്കാരുണ്ടല്ലോ. നിന്റെ അച്ഛൻ ഒരുത്തീനെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിപ്പിച്ചിട്ടുണ്ടല്ലോ. നീയാണെങ്കിൽ അവളുടെ കൂടെയാണല്ലോ, നിനക്ക് അവളെയാണല്ലോ പ്രിയം എന്ന് പറഞ്ഞപ്പം എന്തിനാ അമ്മ വെറുതെ ഇങ്ങനെ അലീന ചേച്ചി ഓരോന്ന് പറയുന്നത്? ഒരു കാര്യം അറിയാമോ, അമ്മ ഇവിടെ ഇല്ല. ഇപ്പൊ ഞങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് നോക്കുന്നതാ അലീന ചേച്ചി. ആ അലീന ചേച്ചിനെ അമ്മ ഇങ്ങനെയാണോ പറയേണ്ടത്? ആ അലീന ചേച്ചിനെ അമ്മ സ്നേഹിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഓ, സ്നേഹിക്കാൻ പറ്റിയൊരു ചണക്ക് വന്നിരിക്കുന്നു. അവളെ ആരാടി സ്നേഹിക്കുന്നത്? എനിക്ക് അവളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല ഈ ജന്മം. അവൾ എന്ത് തേങ്ങാക്കൊലയടി ചെയ്തത്? അവൾ എന്ന് ആ വീട്ടിൽ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങിയതല്ലേ ആ വീടിന്റെ കഷ്ടകാലം. ബാലചന്ദ്രന് ഇപ്പം വേറെ ആരെയും വേണ്ട, അവളെ മതി. കുറച്ചു ദിവസം കഴിയുമ്പോഴത്തേക്കും നോക്കിക്കോ മോളെ കൃഷ്ണെ, നിന്നെയും തള്ളിപ്പറയും നിന്റെ അച്ഛൻ കാരണമാ ഇത്രയും പ്രശ്നങ്ങൾ ആ കുടുംബത്തിൽ നടക്കുന്നത്. അയാൾ ഒന്ന് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പം രോഹിത് പോലും ഈ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടില്ലായിരുന്നു. വളർത്തുദോഷം അത് തന്നെ അമ്മേ എനിക്കും പറയാനുള്ളത്. വളർത്തുദോഷം അല്ലല്ലോ വളർത്തിയത്, അമ്മയല്ലേ വളർത്തിയത്. അച്ഛൻ ജോലിക്കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. പിന്നെ അമ്മ എന്ത് വളർത്തി? അമ്മയും ജോലിക്കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നു. ആരെങ്കിലും ഉണ്ടോ ഈ 3 പേര് ഇവിടെ നോക്കാനായിട്ട്? മാറി മാറി വരുന്ന സർവന്റിന്റെ മുഖങ്ങൾ ഓരോന്ന് കണ്ട്, അവരുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഓരോന്ന് കണ്ട്, അതല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയൊക്കെയോ ജീവിച്ചങ്ങ് പോയി. പിന്നെ എന്താ അമ്മ പറയുന്നത്? അലീന ചേച്ചി വന്നിട്ടാ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായതെന്ന്. അലീന ചേച്ചി വരുന്നതിന് മുമ്പ് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? അമ്മയും അച്ഛനും കൂടെ മുഖത്തോട് മുഖം നോക്കി ഒന്ന് ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ ചിരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ടോ? എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി മിണ്ടും. അതല്ലാതെ അമ്മ ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് എന്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങളുടെ അച്ഛനായിട്ട് മാത്രമല്ലേ അമ്മ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോ എന്റെ കൃഷ്ണമോളെ, നീ ചെറിയ വായിലും വലിയ വർത്താനം കൊണ്ട് ഇടരുതേ. അവളുടെ കൂടിയായിരിക്കും നീ ഇതൊക്കെ പഠിച്ചത്. ഞാൻ ആരുടെ കൂടിയും അല്ല അമ്മേ ഇതൊക്കെ പഠിച്ചത്. പറയേണ്ട സ്ഥാനത്ത് പറയാനേ എന്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ധൈര്യം ഉള്ളിടത്തോളം കാലം ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ പറയേണ്ടത് പറയും.
നീ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ നീ ഒന്ന് ഓർത്തോ, നിന്റെ ആങ്ങളെ ജയിലിൽ കിടക്കുന്നു, നിന്റെ അമ്മ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദി അവളാ. അവൾ ഒറ്റയൊരുത്തി അലീന. അവളെ അവിടുന്ന് പറഞ്ഞു വിട്ടാൽ നിനക്കും നിന്റെ ചേച്ചിക്കും ഒക്കെ സമാധാനം ഉണ്ടാകത്തുള്ളൂ. അതുപോലെ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഒന്നിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെ തന്നെ മുന്നോട്ടേക്ക് പോകും. എന്നും അടിയും വഴക്കും ഒക്കെ ആയിട്ട്. അതാണോ നിനക്ക് വേണ്ടത്? എന്നും എന്റെ അച്ഛനും അമ്മയും സ്നേഹിച്ച് ജീവിക്കുന്ന കാണാൻ തന്നെ എനിക്കിഷ്ടം. പക്ഷെ അച്ഛന് എത്രത്തോളം നല്ല അച്ഛനാണെന്ന് എനിക്കറിയാം. അമ്മയൊന്ന് ആ വഴി വരാൻ ശ്രമിച്ചു നോക്ക്. അങ്ങനെയാകുമ്പോ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു കിട്ടൂലോ. പിന്നെ അമ്മയുടെ മനസ്സിലെ വൈരാഗ്യവും വാശിയൊക്കെ അലീന ചേച്ചിയോടുള്ളത് മാറാതെ ഒരിക്കലും അമ്മയ്ക്ക് സുഖം പ്രാപിക്കാൻ പറ്റില്ലമ്മ. അങ്ങനെ എനിക്ക് സുഖം കിട്ടണമെങ്കിലേ, എന്റെ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടണമെങ്കിൽ ആ പിശാചുണ്ടല്ലോ അലീന, അവളെ അവിടെ നിറക്കി വിടണം. അല്ലാതെ ഒരിക്കലും എന്റെ മനസ്സിനും ശരീരത്തിനും സുഖം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വൈജ ഫോൺ അങ്ങ് കട്ട് ചെയ്യാണ്. കൃഷ്ണമോളാണെങ്കിൽ എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഇപ്പോഴും അമ്മ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും പഠിച്ചിട്ടുമില്ല. ഇനി എന്നാ എന്റെ അമ്മ ഇതെല്ലാം പഠിക്കുക, ഇതെല്ലാം അറിയാ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഒരു അന്തവും ഒരു കുന്തവും ഇല്ല നമ്മുടെ കൃഷ്ണമോൾക്ക്. എന്ത് ചെയ്യണമെന്നും അറിയില്ല. നമ്മുടെ കൃഷ്ണമോള് സത്യങ്ങളൊക്കെ അറിഞ്ഞു, അത് വൈജയോട് പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനുശേഷം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീനയാട്ടോ. അപ്പൊ അലീന കൃഷ്ണമോളുടെ അടുത്ത് വരികയാണ്. അപ്പൊ കൃഷ്ണമോളുടെ അടുത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോൾ അലീനയോട് പറയുന്നുണ്ട്, എത്ര ദിവസമായി ചേച്ചി സമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഇനിയും സമാധാനമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റില്ല, എനിക്കറിയാം. പക്ഷെ അച്ഛൻ ഈ വീട്ടിലുള്ളപ്പോഴേ എന്തോ ഒരു പ്രത്യേക ഊർജം കിട്ടിയ പോലെ എനിക്ക് തോന്നുക. ഇത്രയും ദിവസം ഇല്ലാത്ത എന്തോ ഒന്ന് നമുക്ക് കിട്ടിയതുപോലെ ഇന്നെങ്കിലും ഒന്ന് സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങണം. എത്ര ദിവസമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതെ, അല്ലെങ്കിലും അച്ഛൻ ഇവിടെ വന്നപ്പോഴല്ലേ നമുക്കൊന്ന് നേരെ ശ്വാസം വീണത്. പാവം അച്ഛൻ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട് മോളെ. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ദേ രോഹിത്തിനെ രക്ഷിക്കണമെന്നും പക്ഷേ ശിക്ഷ കിട്ടണമെന്നും ഒക്കെ രണ്ടു മനസ്സോടു കൂടിയാ അച്ഛൻ നിൽക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത തന്റെ മകനെ ചേർത്ത് പിടിക്കാൻ ഒരിക്കലും അച്ഛന് സാധിക്കില്ല. അച്ഛന്റെ മനസ്സ് തന്നെ അനുവദിക്കില്ല. പക്ഷെ സ്വന്തം മകനാണ്, സ്വന്തം രക്തമാണ്, എങ്ങനെ കൈവിടും, എങ്ങനെ കൈയൊഴിയും? ഇതൊക്കെയാ അച്ഛന്റെ മനസ്സിലൂടെ ഇപ്പൊ ഓടുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ കിട്ടണം മോളെ. അല്ല എങ്കിലും അലീന ചേച്ചി, രോഹിത്തേട്ടൻ അവിടെ ആഹാരമൊക്കെ കിട്ടുന്നുണ്ടായിരിക്കോ? രോഹിത്തേട്ടൻ അവിടെ കിടക്കാൻ പറ്റുന്നുണ്ടായിരിക്കോ? അതോ പോലീസുകാർ ഏതു നേരവും രോഹിത്തേട്ടനെ ഉപദ്രവിക്കുവോ? ഏയ്, ജയിലിൽ പോയാലൊന്നും പോലീസുകാർ പിന്നെ ഉപദ്രവിക്കാൻ പോകുന്നില്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവിടെയുള്ള സീനിയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ പെണ്ണ് കേസൊക്കെ ആയിട്ട് അകത്ത് ചെല്ലുന്നവരെ ഒരുപാട് ഉപദ്രവിക്കുമെന്ന്. അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. പിന്നെ ഭക്ഷണമൊക്കെ അതാ സമയം തന്നെ കിട്ടും. പിന്നെ ഒരു കാര്യം ഓർക്കണം, അവർ ചെയ്തിരിക്കുന്നത് ഒരു കുറ്റമാണ്. ആ കുറ്റത്തിനുള്ള ശിക്ഷയ്ക്ക് വേണ്ടിയാ ജയിലിൽ കൊണ്ടിടുന്നത്. അപ്പം ജയിലിൽ ഇടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ റൂളുകളൊക്കെ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും. പിന്നെ അറിയാലോ, നമുക്ക് ഈ പുറത്ത് ജീവിക്കുന്ന പോലെ ഒരിക്കലും അടച്ചു പൂട്ടിക്കെട്ടി ജീവിക്കാൻ പറ്റില്ല. അതിനോടൊക്കെ പൊരുത്തപ്പെട്ടു പോകാൻ വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കുമായിരിക്കും. അപ്പം രോഹിത്തേട്ടന് ഇനി ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റില്ലെന്നാണോ അലീന ചേച്ചി പറയുന്നത്? അലീന ചേച്ചി എങ്ങനെ അലീന ചേച്ചി സ്കൂളിൽ പോകുന്നത് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് സ്കൂളിൽ പോകാനേ തോന്നുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രൻ വന്നിട്ട്, അതെ, സ്കൂളിൽ പോകാതെ എന്ത് ചെയ്യാനാ പിന്നെ നിന്റെ പരിപാടി? ഇങ്ങനെ അങ്ങനെയൊക്കെ നടന്നാ പോരാട്ടോ, സ്കൂളിൽ പോണം. സ്കൂളിൽ പോയി പഠിക്കണ്ടേ മോളെ? എത്ര ദിവസം നമ്മൾ ഇങ്ങനെ മറിഞ്ഞു നിൽക്കും? എത്ര ദിവസം ഒളിച്ചു നിൽക്കും? അതിനൊന്നും ഒരു പരിധിയിൽ കൂടുതൽ പറ്റില്ല. സ്കൂളിൽ പോണം. സ്കൂളിൽ ആദ്യ ദിവസം ചെല്ലുമ്പോഴൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ മറക്കാം. അതുപോലെ ജനങ്ങളും അത് പതുക്കെ പതുക്കെ മറക്കും. ഏതായാലും ഒരു കാര്യം മോള് ചെയ്യണം. 1-2 ദിവസത്തിനുള്ളിൽ മോള് സ്കൂളിൽ പോകണം. ഇനി സ്കൂളിൽ പോകാതിരുന്നാലേ നിന്റെ ഭാവിയും കൂടെ അല്ലേ പോകുന്നത്. വെറുതെ ഭാവി ജീവിതം കളയരുത് മോളെ. നമ്മുടെ ഭാവി നമ്മുടെ കയ്യിൽ തന്നെയാ. നല്ലത് പഠിക്കണം, നല്ലത് ചിന്തിക്കണം, നല്ലത് പറയണം, നല്ലത് മാത്രമേ നാക്കിൽ വരാൻ പാടുള്ളൂ. അങ്ങനെ മാത്രം ചിന്തിച്ച് മോള് സ്കൂളിൽ പോകണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും മൈൻഡ് ചെയ്യാതെ അതോടുകൂടി ഒരു മനക്കെട്ടി ആദ്യം മനസ്സിലൊരു ധൈര്യം ഉണ്ടാക്കിയെടുക്കണം. അത് അച്ഛൻ ഉണ്ടാക്കി തരാമോക്ക്. ഈ അച്ഛൻ പറയുന്നത് അതേപടി മോൾ അനുസരിച്ചാൽ മാത്രം മതി. നാട്ടുകാര് കൂവിളിക്കും, നാട്ടുകാര് മൂക്കിൽ കൈവയ്ക്കും. ദേ പോകുന്നു ബലാത്സ വീരന്റെ പെങ്ങളെന്ന് സഹിതം പറയും. പക്ഷെ അതിലൊന്നും തളർന്നു പോകരുത്, പിടിച്ചു കയറണം. നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ, തെറ്റ് ചെയ്തവർക്ക് ദൈവം ശിക്ഷ കൊടുക്കും. അതെ അതെ, തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കും അച്ഛാ. അതാ എന്റെ പേടി, അതാ എന്റെ പേടി. എന്റെ അമ്മ ഇനി എന്നാ ശരിയാവുക? എന്റെ അമ്മ ഇനി എന്നാ നന്നാവുക? എത്ര പറഞ്ഞിട്ടും അമ്മയ്ക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. അച്ഛനും അമ്മയും ഒന്നിക്കുന്നത് കാണാനായിട്ട് എത്ര ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ ഞാന്?
അതൊക്കെ നടക്കും മോളെ, അതൊക്കെ നടക്കും. അതിന് അവള് വിചാരിക്കണം, അവള് താഴെ ഇറങ്ങണം. അവൾ ഇപ്പോഴും അഹന്തയുടെ കൊടുമുടി കയറിയാ നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു ദിവസം ആ കൊടുമുടി ഇടിഞ്ഞു വീഴും. അന്ന് വൈജ അതിന്റെ അടിയിലായി പോയി ശ്വാസം കിട്ടാതെ നിലയ്ക്കും, ശ്വാസം നിലച്ചു കിടക്കും. അന്ന് അവള് മനസ്സിലാക്കും അവള് ചെയ്ത തെറ്റിന്റെ ഫലം എന്താണ്, അവൾ ചെയ്ത പാപം എന്താണെന്നൊക്കെയെന്ന്. ഏതായാലും ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ബാലചന്ദ്രനെ. ഏതായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ രാജീവനും ഒക്കെയാണ്. നമ്മുടെ കമലയുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഈ കേസിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒക്കെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങ് മേള് വരെ ചെന്നാലും ഒരു രക്ഷയും ഇല്ല എന്ന് ശിവനും രാജീവനും മനസ്സിലാവുകയാണ്. ഇനിയിപ്പം അലീനയെ കൊണ്ട് എന്തെങ്കിലും രക്ഷയുണ്ടാക്കാൻ പറ്റുമോ എന്നും അറിയില്ല. കാരണം ഡിവൈഎസ്പി ആയിട്ട് അലീനയ്ക്ക് ബന്ധമുണ്ടെന്നും അലീനയെ അന്ന് രാത്രി ഡിവൈഎസ്പി ആണ് വന്ന് ഇറക്കിയതെന്നൊക്കെ അറിയുന്നുണ്ട്. അപ്പൊ ഏതായാലും നമ്മുടെ ശിവശങ്കര മേനോനും അതുപോലെ കമലയും ഒക്കെ ഇനി അലീനയെ കാല് പിടിക്കാൻ വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടിപൊളി വിശേഷമാണ് വരാനിരിക്കുന്നത്, മിസ് ചെയ്ത് കളയരുത്. എല്ലാവരും കാണണോട്ടോ. നമ്മൾ രാവിലെ എന്നും അലീനയുടെ വിശേഷമായിട്ട് വരുന്നുണ്ട്. പിന്നെ രേവതിയുടെയും സച്ചിയുടെയും വൈകിട്ട് നമ്മൾ പ്രേമവിശേഷം ഇടുന്നുണ്ട്. അതൊരു 9 മണിയോട് കൂടിയാട്ടോ ഇന്ന് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും പ്രേമവിശേഷം ഇടുന്നത്, അതായത് രാവിലത്തെ വിശേഷം ഇടുന്നത്. പിന്നെ നമ്മൾ എന്നും ഡെയിലി ഫുൾ വിശേഷം രാവിലെ ഒരു 7 മണി 7:30 ഒക്കെ ആകുമ്പോൾ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ടാറ്റാ, ബൈ ബൈ.